AC ടെക്നീഷ്യന്മാർക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് തേനീച്ച കൂട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന കാര്യം. ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല, അതിനകത്തെ ബോർഡിനകത്ത് വരെ ഈ തേനീച്ച കൂട് കൂട്ടിയിട്ട് അതിൻ്റെ ആ റബ്ബർ ഗ്രീസ് പോലെ പറ്റിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ചിലതൊക്കെ AC സർവീസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും ബോർഡിനൊക്കെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 2, 3, 4 ദിവസം കഴിഞ്ഞാലും ഈ തേനീച്ചയുടെ കൂട് നമുക്ക് എടുത്തു കളയാൻ വലിയ പ്രയാസമാണ്. കൂടുതലും ഇങ്ങനെ സംഭവിക്കുന്നതിന് പ്രധാന കാരണം വീടിനുള്ള എയർ ഹോളുകൾ കൃത്യമായിട്ട് അടഞ്ഞില്ലെങ്കിലോ, അതുപോലെ തന്നെ ബാക്കിൽ പൈപ്പ് വരുന്ന ഹോളിന്റെ ഭാഗത്ത് ചെറിയ വിള്ളലോ വല്ലതും വന്നു കഴിഞ്ഞാൽ തേനീച്ച കൂട് കൂട്ടും. ആൾതാമസം ഇല്ലാതെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേനീച്ചയ്ക്ക് കൂട് കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വെള്ളം വീഴുന്ന ഡ്രെയിനേജ് പൈപ്പിലൂടെയും തേനീച്ച ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ കൂട് കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കൂട് കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ടെക്നീഷ്യന്മാർക്ക് തന്നെയാണ്. ഇത് പരിഹരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, ഒരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് AC നമ്മൾ കൃത്യമായി 6 മാസം കൂടുമ്പോഴെങ്കിലും കൃത്യമായി ടെക്നീഷ്യന്മാരെ വിളിച്ച് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു സർവീസ് എങ്കിലും ചെയ്യണം.